ഭഗവാന്റെ മന്ത്രത്തിനല്ല ഭഗവാന് പ്രാധാന്യം, നാമത്തിലാണ്. ഓക്കെ. ഭഗവാൻ എത്ര കണ്ട് നമ്മൾ നാമം ജപിക്കുന്നു, അങ്ങനെ ഭഗവാൻ ഇയാൾ ആഗ്രഹം സാധിച്ചു കൊടുത്തു, ഇയാളെ പണക്കാരനാക്കി, വലിയ നിലയിലാക്കി. അപ്പോൾ ഇയാൾ പണക്കാരനായിട്ട് കാറിലാണ് വരുന്നത്. ആദ്യം ട്രെയിനിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് നടന്ന് ചെന്ന ഇയാൾ പിന്നെ കാറിൽ ചെന്നു, ഭഗവാന് വലിയ ആർഭാടായിട്ട് ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ ഇയാൾ ആ പൊസിഷൻ വെച്ചിട്ട് ഗുരുവായൂർ പ്രാർത്ഥിക്കേണ്ട രീതി തന്നെയും തികച്ചും ഡിഫറെൻ്റാണ്. അതാണല്ലോ നമുക്കെല്ലാവർക്കും നേർവഴിയായിട്ട് നിൽക്കുന്ന നമ്മുടെ ഈ മേൽപ്പത്തൂർ നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ ഗുരുവായൂരപ്പനെ പ്രസാദിപ്പിക്കാൻ വേറെന്താ ഒരു എളുപ്പ വഴി എന്ന് ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഇയാൾ ഗുരുവായൂർ പോയി പ്രാർത്ഥിച്ചിട്ട് ഇയാൾക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഫലമില്ല, ഒരു ഗുണം കിട്ടുന്നില്ല. അപ്പോൾ രണ്ടാമത് ഇയാൾ വീണ്ടും പോയി, വീണ്ടും ചെന്നിട്ട് ഫലം കിട്ടിയില്ല. അപ്പോൾ ഇയാൾ എന്നെ നല്ല ചീത്ത പറഞ്ഞു. ഗുരുവായൂരപ്പൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ പറയുക, പൂർണ്ണമായിട്ടൊന്ന് കോരിത്തരികയാണ്. അതെ അതെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നതും നമ്മളുടെ മഹാഭാഗ്യമാണ്. എസ്പെഷ്യലി മലയാളീസ് കേരളത്തിൽ ജനിക്കുവാനും ഗുരുവായൂരപ്പനെ കാണുവാനും പറ്റുന്നത്. ഈ ഗുരുവായൂരപ്പനെ തൊഴുത് കഴിഞ്ഞാൽ ഒരുപാട് ഫലങ്ങൾ കിട്ടുന്നുണ്ട്. പല രീതിയിലുള്ള, ഓരോ ആൾക്കാരും ഓരോ രീതിയിലുള്ള ഫലങ്ങൾ ഇച്ഛിച്ചാണ് പോകുന്നത്. അവിടെ കൊണ്ട് സമർപ്പിക്കുന്നതാണെങ്കിൽ തന്നെ ചൂല് വരെയും കൊണ്ട് സമർപ്പിക്കുന്നുണ്ട്, ചേന സമർപ്പിക്കുന്നുണ്ട്, ഭണ്ഡാരത്തിൽ കിഴി സമർപ്പിക്കുന്നുണ്ട്, ഒരുപാട് സമർപ്പണമുണ്ട്. എന്താണ് ഗുരുവായൂരപ്പനിൽ നിന്ന് ഇരട്ടി ഫലം കിട്ടുന്നതെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഗുരുവായൂരപ്പൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആള് വിചാരിക്കുന്ന ഒരു രീതിയായിരുന്നു ഭക്തി തന്നെയാണ്. ഭക്തിയേക്കാട് വലിയൊരു സംഗതി അവിടെ ഇല്ല. അപ്പം നമ്മളെന്താ സംഭവിച്ചാൽ ഇപ്പം പല ആൾക്കാരും ടൂറിസ്റ്റുമായി, അതായത് നമ്മളൊരു പ്രഹസനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഗുരുവായൂർ പോവുക, അവിടെ പോയി തൂക്കുക, ഒരു യാന്ത്രികമായി തൊഴുക എന്നുള്ളതാണ് പലരിലും ഞാൻ കാണുന്നൊരു സംഭവം. അത് ഒരു രസമായിട്ട് ഞങ്ങൾ ഗുരുവായൂർ പോയി വന്നു എന്ന് പറയും. പക്ഷേ ഇവിടെ ഒന്നും ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കിട്ടൂല. യഥാർത്ഥ അനുഭവം എന്താ വെച്ചാൽ നമ്മൾ ഗുരുവായൂരപ്പനടുത്ത് എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല യഥാർത്ഥ ഭക്തി. നമ്മൾ ഭഗവാനെ വിളിച്ചിട്ട് സങ്കടപ്പെട്ട് ഭഗവാനെ തൊഴുതാൽ ഭഗവാൻ ആ ആഗ്രഹം നടത്തിത്തരുന്ന പറയുക. അതിന് ഒരു ചെറിയൊരു കഥയുണ്ട്. ഒരാൾ അവിടെ വളരെയേറെ കഷ്ടപ്പെട്ട് വന്ന് ഭഗവാനെ തൊഴുതപ്പം ഇയാൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒന്ന് രക്ഷപ്പെടണം, ഒന്ന് സാമ്പത്തികമായിട്ട് ഉയർച്ച വരണം, ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എന്തെങ്കിലും ഒരു കാലത്ത് രക്ഷപ്പെട്ടാൽ ചകിരി കൊണ്ട് തുലാഭാരം ചെയ്യാം എന്നാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഭഗവാൻ ഇയാളെ ആഗ്രഹം സാധിച്ചു കൊടുത്തു, ഇയാളെ പണക്കാരനാക്കി, വലിയ നിലയിലാക്കി. അപ്പോൾ ഇയാൾ പണക്കാരനായിട്ട് കാറിലാണ് വരുന്നത്. ആദ്യം ട്രെയിനിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് നടന്ന് ചെന്ന ഇയാൾ പിന്നെ കാറിൽ ചെന്നു, ഭഗവാന് വലിയ ആർഭാടായിട്ട് ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ ഇയാൾ ആ പൊസിഷൻ വെച്ചിട്ട് അവർ ചോദിച്ചു, തുലാഭാരത്തിൻ്റെ പരിഹാരം ചെയ്യാണ്. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ട തുലാഭാരം, എന്ത് വെച്ചിട്ടാണ് തുലാഭാരം ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇയാളെ പദവി മറ്റുള്ളവർ കുടുംബങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ചകിരി എന്ന് പറയാൻ പറ്റില്ല സാറിന് പറഞ്ഞ സാർ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ, ഒരു കാര്യം ചെയ്യൂ, പിന്നെ എനിക്ക് വലിയൊരു ഓർമ്മയില്ല, എന്നാലും ഞാൻ പറയാം, ഇയാൾക്ക് നല്ല ഓർമ്മ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വലിയൊരു ഓർമ്മയൊന്നുമില്ല, കദളിപ്പഴം കൊണ്ട് തുലാഭാരം ചെയ്തോളൂ എന്ന് പറഞ്ഞ് കദളിപ്പഴം വെച്ച് ഇയാൾ ഇരുന്നു. പക്ഷേ തട്ട് അവിടെ ശരിയായില്ല, അങ്ങനെ നിന്നു. അപ്പോൾ ഈ തിരുമേനിമാർക്ക് അവിടെയുള്ള ജോലിക്കാർക്ക് സംശയം, ഇതെന്താ ഇത് റെഡിയാകത്ത്, കാരണം ഇയാൾ തൂങ്ങണമല്ലോ, അത് തൂങ്ങിയില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ വീണ്ടും ഇയാൾ പറഞ്ഞു, എനിക്ക് പിന്നെ എൻ്റെ ഓർമ്മയിലേക്ക് തോന്നുന്നു പിന്നെ ഈ താമരയാണോ സംശയമുണ്ട്. അപ്പം ഇയാൾ താമരയ്ക്ക് പൈസ അടച്ചു, ഇത് പൈസ അടച്ചാലേ തൂക്കുള്ളൂ, സാറിന് അറിയാലോ. അപ്പോൾ ഇത് താമര ചെയ്തു, താമരയും തൂക്കുന്നില്ല. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്തപ്പോൾ ഇതിൻ്റെ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ സത്യം പറഞ്ഞോളൂ, ഇവിടെ ഭഗവാന്റെ അടുത്തൊരു കള്ളത്തരം പറ്റൂല, കാരണം ഇത് ഭഗവാനോട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ പറഞ്ഞു. അപ്പോൾ ഇയാൾ വളരെ സ്വകാര്യമായിട്ട് അവരോട് പറഞ്ഞു, പുറത്താരും അറിയണ്ട, ഇവരെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് പറഞ്ഞു, നിങ്ങളൊക്കെ എല്ലാവരും കൂടി അപ്പുറത്ത് പോയി തൊഴുതോളി, അപ്പോൾ ഞാൻ അത് തുലാഭാരം ചെയ്യുക. കാരണം ഇവരെ മകൻ മരുമൊക്കെ വലിയ സ്റ്റേജിലാണ്, അപ്പോൾ ഇവർക്ക് വലിയ പൊസിഷനിലുള്ള മക്കളാണ്. അപ്പോൾ ഇവരെ ഇടയിൽ ഇയാൾക്കൊരു ഇമേജിൻ്റെ ഒരു വിഷയം, ഒരു ഈഗോ വന്നു. അപ്പോൾ അതുകൊണ്ട് ഓരോടൊക്കെ ഒന്ന് പോയി തൊഴുകാൻ പറഞ്ഞു. ഇയാൾ പറഞ്ഞു ചകിരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചകിരി വെച്ചപ്പോൾ കറക്റ്റ് തൂങ്ങുകയും ചെയ്തു. അതാണ് പ്രത്യേകത. അപ്പോൾ ഭഗവാൻ അവിടെ നോട്ട് ചെയ്യും. ഭഗവാന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ അവിടെ ചെന്നത് ആത്മാർത്ഥപരമായിട്ടാണോ സത്യസന്ധമായിട്ടാണോ എന്ന് ഭഗവാൻ നോക്കും. എന്ത് ക്യാമറ ഉണ്ടായാലും ഭഗവാനൊരു കണ്ണുണ്ട്, ആ കണ്ണിനെ മറയ്ക്കാൻ ആർക്കും കഴിയില്ല.
അതാണ് ഭഗവാന്റെ പ്രത്യേകത. അപ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വഴിപാട് എന്താ വെച്ചാൽ നമ്മളെ മനസ്സിൻ്റെ നന്മയുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ അടുത്തൊന്നുമില്ല ഭഗവാനെ തരാൻ, എൻ്റെ ഭക്തി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 2 കൈ കൊണ്ട്, അതായത് ഭഗവാന്റെ അടുത്തേക്ക് പറയുന്നത് ഒന്നുമില്ലാതെ അങ്ങോട്ട് ചെല്ലരുത് എന്നാണ് പറഞ്ഞത്. അതെ, അങ്ങനെയാണ് പറയാറ്. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ട് കദളിപ്പഴം കൊണ്ടുപോകണം, താമര കൊണ്ടുപോകണം, അല്ലെങ്കിൽ ചന്ദനത്തിരി കൊണ്ടുപോകണം, എണ്ണ കൊണ്ടുപോകണം, നെയ്യ് കൊണ്ടുപോകണം, ഒന്നുമില്ലാണ്ട് ചെല്ലരുത് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒന്നുമില്ലാതെ എങ്ങനെ കൈകൂപ്പിച്ചെന്നാൽ മതി എന്നാ, ഒന്നുമില്ലെങ്കിലും കയ്യിൽ നമ്മൾ ഒന്നുമില്ലാതെയല്ല പോണത്. ഇങ്ങനെ ചെന്നാൽ ഭഗവാൻ ഇഷ്ടമായി. അപ്പോൾ ഭഗവാൻ മനസ്സിലാവും യഥാർത്ഥ ഭക്തനാണ് വന്നിരിക്കുന്നത്. അതാണ് സംഗതി. ഈ ചകിരി തുലാഭാരം ശരിക്കും ഇപ്പോഴും ഉള്ളതാണോ? അങ്ങനെയല്ല, അയാൾ അന്നത്തെ അവസ്ഥ ചെയ്തതാണ്. ചകരി എല്ലോടല്ല, പക്ഷേ ചകരി ചെയ്തുകൊണ്ടാണ് തൂങ്ങിയത്. അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. അതാണ് ആ ഭക്തിൻ്റെ അതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗുരുവായൂർ പല രീതിയിൽ തൊഴുന്ന രീതികളുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ വെറുതെ പോയി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ പ്രസാദിക്കണമെന്നില്ല. ഇല്ല. പിന്നെ ഗുരുവായൂർ പ്രാർത്ഥിക്കേണ്ട രീതി തന്നെയും തികച്ചും ഡിഫറെൻ്റ് ആണ്. അതാണല്ലോ നമുക്കെല്ലാവർക്കും നേർവഴിയായിട്ട് നിൽക്കുന്ന നമ്മുടെ ഈ മേൽപ്പത്തൂർ നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ നിതാന്തമായ ഭക്തിയിൽ കൂടിയാണല്ലോ അദ്ദേഹം ഭഗവാനെ പ്രസാദിപ്പിച്ചത്. ഗുരുവായൂരപ്പനെ പ്രസാദിപ്പിക്കാൻ വേറെന്താ ഒരു എളുപ്പ വഴി എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് താങ്കൾക്ക് പറയാൻ എന്താ ഉള്ളത്? അതിൽ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഒരു വഴി എന്താ വെച്ചാൽ, ഈ ഭഗവാന് അവിടെ 12 മണിക്ക് 1 ലിറ്റർ പാലട പായസം എന്ന് പറയും. അത് വളരെ അപൂർവമായിട്ട് ആൾക്കാർക്ക് അറിയില്ല. എല്ലാവരും പാൽപ്പായസവും കടുംപായസമാണ് പ്രസാദമായിട്ട് വാങ്ങുന്നത്. പക്ഷെ 1 ലിറ്റർ എന്നും അവിടുത്തെ മേൽശാന്തി ഭഗവാൻ കൊടുക്കുന്നുണ്ട്, എന്നും. അത് ഒരു ഭക്തൻ അവിടെ വഴിപാട് കഴിച്ചില്ലെങ്കിലും ഇവർ കൊടുക്കുന്നുണ്ട്. ഇത് ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് പാലട. അത് അവിടെ തന്നെ ഉണ്ടാക്കുകയാണ്. അത് 1 ലിറ്റർ മാത്രമേ അവിടെ കഴിക്കുന്നുള്ളൂ. അതൊരു രഹസ്യമാണ്. അതായത് വല്ലാണ്ട് എല്ലാവർക്കും അറിയില്ല. ഭഗവാന് കൊടുക്കുകയാണോ? ഭഗവാൻ ദേതി കൊടുക്കുക. അത് ഈ തിരുമേനിമാരെന്നെ കഴിക്കും കൊടുത്തതിന് ശേഷം. അപ്പോൾ ഈ പാലട നമ്മൾ എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ ഭഗവാൻ പാലട പായസം കഴിപ്പിക്കുക പറഞ്ഞാൽ ഭഗവാൻ എന്ത് കാര്യം നമുക്ക് പാലട പായസം അവിടെ ഷീട്ടാക്കിയാൽ മതി. പക്ഷേ അപൂർവമായിട്ടുള്ളൂ. നമ്മളിപ്പോൾ 1 ലിറ്റർ അവർ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അങ്ങോട്ട് തന്നെ പോകും, മേൽശാന്തിക്ക് തന്നെ പോകും. പക്ഷെ നമ്മൾ 1 ലിറ്റർ പാലട എന്ന് പറഞ്ഞാൽ അത് തലേന്നേ പറയണം. എന്താ വെച്ചാൽ അത് അങ്ങനെ 1 ലിറ്റർ മാത്രമേ അവിടെ ഇരിക്കുന്നുള്ളൂ, ഉണ്ടാക്കുള്ളൂ. തലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ പാൽപ്പായസം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ സാറേ, അത് വലിയ ചരക്കിലാണ്. അത് ചരക്കിന്ന് കുറച്ചെടുത്ത് കൊണ്ടുപോയിട്ട് നേദിച്ച് പിന്നെ അതിൽ ഒഴിച്ചാൽ അത് അതിൻ്റെ രീതിക്കായി. അങ്ങനെയല്ല ഇത് പാലട എന്ന് പറയുന്നത് 1 ലിറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളത് ഷീറ്റാക്കിയെങ്കിൽ മാത്രമേ 2 ലിറ്റർ ആവുള്ളൂ. അതാണ്. പക്ഷെ അപൂർവമായിട്ട് ആർക്കും അറിയാത്തതുകൊണ്ട് ആരും ഷീറ്റാക്കില്ല. ഏറ്റവും ഭഗവാൻ ഏറ്റവും ഇഷ്ടത് പാലടയാണ്. വളരെ സന്തോഷം. കാരണം ഈ പറയുന്ന എല്ലാവർക്കും ഈ പറയുന്ന രഹസ്യം അറിയില്ല. അത് എന്തായാലും എല്ലാവർക്കും ഈ പറയുന്ന പാലട ചെയ്യാൻ, പ്രസാദം നിവേദ്യം എന്താ പറയുക സമർപ്പിക്കാൻ കഴിയട്ടെ. വലിയൊരു അനുഗ്രഹമാണ്. അതിലുപരി ഭഗവാനെ സ്മരിക്കുവാൻ അല്ലെങ്കിൽ ഭഗവാനെ ജപിക്കുവാൻ ഏത് മന്ത്രമാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്? ഭഗവാന്റെ മന്ത്രത്തിനല്ല ഭഗവാന് പ്രാധാന്യം, നാമത്തിലാണ്. ഓക്കെ. ഭഗവാൻ എത്ര കണ്ട് നമ്മൾ നാമം ജപിക്കുന്നു. നമ്മളിപ്പോൾ അതിനൊരു പാട്ട് വരെ ഉണ്ട്, നാമം ജപിക്കുക നാം എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ മധുബാലകൃഷ്ണൻ പാടിയ പാട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മേലോട്ടാകെ ഇതാവും. അപ്പോൾ ആ പാട്ടിൽ പറയുന്നവർ ഓം നമോ നാരായണ എന്നുള്ള അഷ്ടാക്ഷരിയാണ് ഏറ്റവും വലിയ മന്ത്രം. പിന്നെ ഓം നമോ ഭഗവതി വാസുദേവ എന്നുള്ള ഇതൊക്കെ ഉണ്ട്, നാമുണ്ട്. അപ്പോൾ ഇത് നാമം ജപിക്കുമ്പോൾ നമ്മളെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഈ കലിയുഗത്തിൽ ഏറ്റവും വലിയ സംഭവം അതാണെന്ന് പറയുന്നത്. ഒരു മനുഷ്യന് അത്രയേ വേണ്ടുള്ളൂ നാമം ജപിക്കുക. നാമം ജപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്ന. പിന്നെ ഭഗവാന്റെ പ്രത്യേകിച്ച് ഭഗവാൻ ഉണ്ട് എന്നൊരു തോന്നൽ വരണം. അതിന് ഭക്തി തന്നെ വേണം. അതാണ് പ്രധാനം. നമ്മൾ ബാക്കിൽ ഒരാളുണ്ട് നമുക്ക് തോന്നിയെങ്കിലേ നമുക്ക് രക്ഷപ്പെടുള്ളൂ. തീർച്ചയായിട്ടും അതാണ് പ്രധാനം. ഇത് നമ്മൾ പല ആൾക്കാരുടെ വിഷയം ഗുരുവായൂരിൽ പോയി അവിടെ ചെന്ന് ഇയാൾക്ക് ഇതൊക്കെ കഴിയോ എന്നൊരു തോന്നൽ വന്നാൽ അവിടെ കഴിഞ്ഞു. അതല്ല, എനിക്ക് വേറെ ആരുമില്ല. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിലൊരു സാറിനോടൊരു കഥ പറയാം. എൻ്റെ അടുത്തൊരു ഒരാൾ വന്നിരുന്നു. ഇയാൾ പിശുക്കനാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇയാളൊരു വേറൊരു ജ്യോത്സ്യനടുത്ത് പോയി. ജ്യോത്സ്യൻ അവിടെ ഹോമങ്ങളും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഇതിനൊക്കെ വലിയ സംഖ്യയാവും, ഇത് നമുക്ക് അല്ലാതെ എന്താ ഒരു വഴിയെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് വന്നു.
ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഗുരുവായൂരപ്പനോട് ഈ സങ്കടം പറയും, നിങ്ങളെ പ്രശ്നം തീരുന്നതാണ്. അങ്ങനെ ഇദ്ദേഹം ഗുരുവായൂർ പോയി. അപ്പോൾ ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂർ തന്നെ വിളിക്കുകയാണ്. പിന്നെ ഇവിടെ ഗുരുവായൂരൊക്കെ വന്ന് ഞാൻ തൊഴുകുന്നുണ്ട്, ഇപ്പോൾ പൈസക്ക് ഇത്ര ആയിട്ടോ എന്നോട്. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അയാൾക്ക് പൈസ, അയാൾ ഗുരുവായൂർ പോയി പൈസ ആവില്ല, വെറുതെ അവിടെ എത്തൂലല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഇയാൾ ഗുരുവായൂർ പോയി പ്രാർത്ഥിച്ചിട്ട് ഇയാൾക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഫലമില്ല, ഒരു ഗുണം കിട്ടുന്നില്ല. അയാൾ വീണ്ടും എൻ്റെ അടുത്ത് വന്നു. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഗുരുവായൂർ പോയിട്ട് എന്താ നിങ്ങൾ ഫലം കിട്ടും, നിങ്ങളല്ലേ പറഞ്ഞത് പോകാൻ. അപ്പോൾ രണ്ടാമത് ഇയാൾ വീണ്ടും പോയി. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നും കൂടി ചെന്ന് നോക്കും, ഭഗവാനോട് പറഞ്ഞു നോക്കാറ്. വീണ്ടും ചെന്നിട്ട് ഫലം കിട്ടിയില്ല. അപ്പോൾ ഇയാൾ എന്നെ നല്ല ചീത്ത പറഞ്ഞു, ഓണം കൂടെ 2 പ്രാവശ്യം ഞാൻ പോയിന് ഇത്ര പൈസ ഉണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ ഭഗവാൻ നിങ്ങളെ പണിക്കാരനല്ല, നിങ്ങൾക്ക് അത് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, 3ാമതും അയാൾ പോയിട്ട് അയാളെ കാര്യം ശരിയെന്ന. അപ്പോൾ ഇയാൾ എന്നോട് ഒരിക്കൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? 2 പ്രാവശ്യം പോയപ്പം ശരിയായില്ല, 3ാമത് പോയപ്പോൾ ശരിയായി, എന്താ കാരണം ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറയും 2 പ്രാവശ്യം പോയപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്, 3ാമത് പോയത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാൾ ഉള്ളിലെ ഭക്തിയോടെ 3ാമത് അയാൾ പോയത്, പിന്നെ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഭഗവാൻ അവിടെ ഏറ്റെടുത്തു. ഇതാണ് ഭഗവാന്റെ പ്രത്യേകത. നമ്മൾ പരീക്ഷിക്കും, പക്ഷേ നമ്മൾ അതിനൊക്കെ അനുസരിച്ച് നാമം ജപിക്കുക, പിന്നാലെ കൂടുക. അതെ, ശരി. എന്തായാലും ഈ ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടെ നമ്മളെ കടത്തിവിടുന്ന ഗുരുവായൂരപ്പൻ നമ്മൾക്ക് 100% നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മളെ കാത്തുകൊള്ളും. നമ്മൾ ജപിക്കുന്നതല്ല, നമ്മൾ ജപിക്കുന്ന നാമം, ഈ പറയുന്ന ഓം നമോ നാരായണയോ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായോ, ഈ അഷ്ടാക്ഷരി മന്ത്രം അത്രയും പവർഫുള്ളാണ്. 100% എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്താൻ കഴിയട്ടെ. അതിലുപരി ഈ പറയുന്ന പാലട പായസം അവിടെ നിവേദ്യം കൊടുക്കാൻ ഒരു അവസരമുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.